ഇപ്പോൾ നിർണായകമായി ഈ ശ്രീധുവിൻ്റെ ഭർത്താവും ഒപ്പം തന്നെ ഭർത്തൃപിതാവും ഈ ശ്രീധുവിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി ഇങ്ങനെയാണ്: താൻ പറയുന്നതൊന്നും ഭാര്യ കേൾക്കാറില്ല, അതുകൊണ്ട് തന്നെ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ് ആ മൊഴി. അതുകൊണ്ട് ആ മൊഴി കൂടി ഇപ്പോൾ പോലീസ് കാര്യമായി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംശയത്തിൻ്റെ കണ്ണിലൂടെയാണ് നോക്കുന്നത്. മാത്രമല്ല SP പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ്, അതായത് ഒറ്റപ്രതി മാത്രമാണ് ഉള്ളത് എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. നിലവിൽ അറസ്റ്റിലായത് മാത്രം ഒരാൾ എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കുടുംബത്തിലെ പലരും ഇനിയും കേസിൽ പ്രതിയാവാനുള്ള സാധ്യത കൂടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിച്ചൊരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളമുള്ള നിലവിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ പോലീസ് നിലവിൽ ഈ സ്റ്റേഷനിൽ പലരെയും ഒരേ സമയം മൊഴി ശേഖരിക്കുകയാണ്. അതിൽ ഈ സ്റ്റേഷനുള്ളിൽ ഇപ്പോൾ ശ്രീധുവിൻ്റെ ഭർത്താവുണ്ട്, ഭർത്തൃപിതാവുണ്ട്, ശ്രീധുവിൻ്റെ അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, വല്യച്ഛനുണ്ട്, ആ കുഞ്ഞിൻ്റെ വല്യച്ഛനുണ്ട്, ഒപ്പം തന്നെ ആ കുഞ്ഞിൻ്റെ സഹോദരി, മൂത്ത സഹോദരിയുമുണ്ട്. ഈ മൂത്ത സഹോദരി നേരത്തെ ഈ ഹരികുമാർ നേരത്തെയും ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ശ്രീധു മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴി പരിശോധിക്കുകയും എങ്ങനെയൊക്കെയാണ് ഉപദ്രവിച്ചത്, ഹരികുമാർ ഈ മക്കളോടുള്ള സ്വഭാവം എങ്ങനെയായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ആ വിവരം തേടുന്നത്. മാത്രമല്ല വാട്സാപ്പ് ചാറ്റുകൾ റിട്രീവ് ചെയ്യാനായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ചില വാട്സാപ്പ് ചാറ്റുകൾ മിസ്സിംഗ് ആയിരുന്നു. ആ മിസ്സിംഗ് ആയ ചാറ്റുകൾ എന്ത് എന്ന് പോലീസ് കണ്ടെത്തും. അതിന് മുൻപുള്ള വാട്സാപ്പ് ചാറ്റുകളും എന്ത് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്യും. മാത്രമല്ല ഈ പൂജാരിയെ കൂടി ഇവിടെ എത്തിച്ചതോടുകൂടി യഥാർത്ഥത്തിൽ സലീം ഇപ്പോഴും നിലവിൽ പോലീസിന് ഈ പറയുന്ന അമ്മാവൻ കുറ്റം സംബന്ധിച്ച് നാട്ടുകാർ പറയുന്നത് അമ്മാവൻ അത് കുറ്റം ഏറ്റെടുത്തതാണ് എന്ന് പറയുന്ന നാട്ടുകാരുണ്ട്. അമ്മ ശ്രീധുവിലെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും തെളിവില്ല. ഈ പറയുന്ന എന്തോ വാട്സാപ്പ് ചാറ്റുകളല്ലാതെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് ഇപ്പോഴും പോലീസിൻ്റെ പക്കലില്ല എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അതിനെപ്പറ്റി പോലീസ് ഒരു ക്ലാരിറ്റി എപ്പോൾ തരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് സലീം? ഹാഷ്മി, പോലീസ് ഇക്കാര്യത്തിൽ ക്ലാരിറ്റിയോടുകൂടിയുള്ള മറുപടിക്കായി തന്നെയാണ് നമ്മളും കാത്തിരിക്കുന്നത്. പോലീസ് പറയുന്നത് എല്ലാത്തിൻ്റെയും വ്യക്തമായ ഉത്തരത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ തന്നെ അതിലൊരു വ്യക്തത വരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഹരികുമാറിലേക്ക് അന്വേഷണം ഒതുക്കുക എന്നുള്ളതല്ല പോലീസിൻ്റെ ലക്ഷ്യം. ഹരികുമാർ ഈ കുറ്റം ചെയ്തു, അതല്ലെങ്കിൽ ഈ കുറ്റത്തിൽ പങ്കുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഹരികുമാർ ഒറ്റയ്ക്കാണോ, അതിനുള്ള പ്രേരണ എന്ത് എന്നുള്ളതിലാണ് പോലീസ് ഇപ്പോൾ പ്രധാനമായും ചില മൊഴി വിവരങ്ങൾ ശേഖരിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഈ കുട്ടിയെ കൊലപ്പെടുത്താനുള്ള വൈരാഗ്യം, അതായത് കുട്ടിയുടെ ഈ അമ്മയോട്, സഹോദരിയോട് താല്പര്യമുണ്ടായിരുന്നു, വലിയ ഇഷ്ടമുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഈ മക്കളുണ്ടായത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് കൊന്നു എന്നുള്ളതൊക്കെ അങ്ങനെ പോലീസിന് വിശ്വസിക്കാൻ കഴിയില്ല. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഈ കൊലപാതകത്തിന് സാധ്യതയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ, പല ആംഗിളിൽ പോലീസ് തിടുക്കത്തിൽ പരിശോധനയും ഒരു ക്രോസ് ചെക്കിങ്ങും നടത്തുകയാണ്. അതിനെല്ലാത്തിനും നിർണായകമായി ഇപ്പോൾ വേണ്ടത് ശ്രീധുവുമായുള്ള വാട്സാപ്പ് ചാറ്റിൻ്റെ ഈ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. അത് വളരെ വേഗത്തിൽ തന്നെ നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സൈബർ സെല്ലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ തന്നെ ആ വാട്സാപ്പ് ചാറ്റുകൾ കൂടി തിരികെ ലഭിക്കുകയും ചെയ്യും. അപ്പോഴും ഈ ശ്രീധുവിനെ കൂടി ഇപ്പോൾ പോലീസ് വീണ്ടും സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ഒടുവിലായി അല്പസമയം മുൻപ് ശ്രീധുവിൻ്റെ ഭർത്താവ് നൽകിയ മൊഴിയാണ്. ശ്രീജിത്ത് നൽകിയ മൊഴി പ്രകാരം താൻ പറയുന്നതൊന്നും അനുസരിക്കാറില്ല. മാത്രമല്ല ഭാര്യയുടെ പല ഇടപാടുകളും കാര്യങ്ങളും ദുരൂഹമാണ് എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇവിടെ എത്തിച്ചിരിക്കുന്ന പൂജാരി, ആ പൂജാരിയുടെ ഒരർത്ഥത്തിൽ അടിമയായിരുന്നു ഈ ശ്രീധു എന്ന് പറയുന്നുണ്ട്. അതായത് പല കാര്യങ്ങളും എന്തും ഈ പൂജാരി പറയുന്നത് ചെയ്യൂ. ഏറ്റവും ഒടുവിൽ ഈ സഹോദരനും സഹോദരിയും തലമുണ്ടനം ചെയ്തിരുന്നു ഈ പിതാവിൻ്റെ മരണശേഷം. അതും ഈ പൂജാരി പറഞ്ഞതിന് പ്രകാരം ചെയ്തതാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ കൂടി നടത്തുന്നുണ്ട്. വലിയ തുകയുടെ സാമ്പത്തിക ഇടപാടൊക്കെ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രം ശ്രീധു പറഞ്ഞിട്ടാണോ ഈ കുഞ്ഞിനെ കിണറ്റിലിട്ടത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പോലീസ് വ്യക്തത വരുത്തും. നമുക്ക് ഈ ഘട്ടത്തിൽ അതങ്ങനെ പറയാൻ കഴിയില്ല. നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് മുൻപിലുള്ളത് ഒരേ ഒരു പ്രതി മാത്രമാണ്, ഹരികുമാർ മാത്രമാണ്. പക്ഷേ പോലീസ് അങ്ങനെ ഒരു പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനപ്പുറത്തേക്ക് മറ്റു പല ഡയമെൻഷൻസിനും ഈ കേസിൽ സംശയിക്കുന്നുണ്ട്. അത് മറ്റൊരു ആംഗിളിലേക്ക്, അതിൻ്റെ ഏറ്റവും ഒടുവിൽ ഇന്നലെ പറഞ്ഞ കാര്യം മാത്രമല്ല കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന നിലയിലേക്ക് കൂടി വരുമോ എന്ന സംശയമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പോലീസ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താത്തത്. പോലീസ് പറയുന്നുണ്ട് എല്ലാവരെയും സംശയത്തോടെയാണ് നിലവിൽ നോക്കുന്നത്, ആർക്കും ഒരാനുകൂല്യവും നൽകിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എപ്പോൾ ഇതിലെ കാരണം വ്യക്തമാകുമെന്ന് പറഞ്ഞപ്പോൾ അതിന് ചിലപ്പോൾ ദിവസങ്ങളൊക്കെ നമുക്ക് എടുത്തേക്കാമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ വൈകുന്നേരം 5 മണിക്കാണ് ഹരികുമാർ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 24 മണിക്കൂർ വരെ കോടതിയിൽ ഹാജരാക്കാൻ സമയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ കോടതിയിലേക്ക് ഹരികുമാറിനെ ഹാജരാക്കിയാൽ മതി.